വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ കപ്പിൾ ഹോറീസ്. ഇന്ന് ഞങ്ങളൊരു ആനിവേഴ്സറി മോഡ് ഓൺ ചെയ്തിട്ട് ഒരു വെക്കേഷനിലാണ്. ആൻഡ് അഗെയിൻ ദിസ് വീഡിയോ വിൽ ബി അപ്ലോഡഡ് ഓൺ February 14th. വാലന്റൈൻസ് ഡേ. ആൻഡ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ ഒരു ബുക്കാണ്. ആൻഡ് ഇൻഫാക്ട് മലയാളം ബുക്കുമാണ്. ഇപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് ബഷീറിന്റെ പ്രേമലേഖനം. എല്ലാവർക്കും അറിയാവുന്ന നോവലായിരിക്കും. ഐ മീൻ ഷോർട്ട് സ്റ്റോറി അല്ലേ? ഒരു നോവല പോലെ നോവല. 45 പേജസ് ഒക്കെ വരും. അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് വായിക്കണം. എ മസ്റ്റ് റീഡ് ബുക്ക്. അപ്പോൾ ബുക്കിന്റെ പേര് പറഞ്ഞു പ്രേമലേഖനം ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യകാല വർക്കുകളിലുള്ള ഒരു വർക്കാണിത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1943 ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് എന്നാ എഴുതിയേക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അതൊരു മാഗസീനിലോ വല്ലതും വന്നതായിരിക്കുമോ എന്നറിയില്ല. അപ്പോൾ എന്താണ്? ഓക്കെ, ആദ്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ആണ് പെണ്ണ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫിലോ ഒരു നോവലിലോ എഴുതി തീർക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരുപാട് കാര്യങ്ങൾ. എന്നിരുന്നാൽ പോലും ബഷീർ വളരെ ഭംഗിയായിട്ട് ഒരാണ് ഒരു പെണ്ണ് എന്ത് എന്നുള്ളത് ബഷീറിൻ്റെതായിട്ടുള്ള രീതിയിൽ ഭാഷയിൽ സാർ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇൻഫാക്റ്റ് അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ഇൻ മിഡ്സ്റ്റ് ഓഫ് റീഡിങ് ദിസ് ഞങ്ങൾ ഒരുമിച്ച് വായിച്ചത്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഒരെണ്ണം ഒരുമിച്ച് വായിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെ ഡയലോഗ്സൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കളിയാക്കാനും വഴക്കിടാനൊക്കെ തുടങ്ങി. ആൻഡ് പിന്നീട് ഇതിൽ പ്രത്യേകമായിട്ട് എനിക്ക് പറയാൻ തോന്നിയത്, സാധാരണ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സിനിമ നമ്മളെ അതിൻ്റെ ക്ലൈമാക്സിൽ ട്രാജഡീസ് വരുമ്പോഴാണ് അത് നമ്മൾ ഏറെ നാൾ നമ്മൾ ഡിസ്കഷൻ ആകുന്നു, നമ്മുടെ മനസ്സിൽ അത് കൊണ്ട് നടക്കുന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു ട്രാജഡിയുടെ ആവശ്യമില്ല. ഒരു കഥ നിങ്ങളോടൊപ്പം എക്കാലം സഞ്ചരിക്കുക എന്നുള്ളത് തെളിയിച്ചൊരു ബുക്കാണ് പ്രേമലേഖനം. അതും 1943 എഴുതിയെങ്കിൽ അഗെയിൻ കാലം ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. പഴയ കാലങ്ങളൊക്കെ ഒരുപാട് തന്നെ സംസാരിക്കുന്നു, പഴയ കോൺസെപ്റ്റുകൾ സംസാരിക്കുന്നു. എന്നെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട്, എന്നാൽ ഒരിക്കലും നമുക്ക് തോന്നില്ല പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ വളരെ ഭംഗിയായിട്ട് പൊള്ളുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ടും വളരെ സന്തോഷമായിട്ടും തമാശയായിട്ടും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ യെസ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റിലീജിയസ് ഫണ്ടമെന്റലിസത്തിനെ കുറിച്ചിട്ടും ഡവറി സിസ്റ്റത്തിനെ കുറിച്ചിട്ടും ഒക്കെ ഇതിനകത്ത് ഭയങ്കര തമാശയായിട്ട്, എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ട് അതിനെ കുറിച്ചിട്ടൊരു പാരഗ്രാഫും അങ്ങനെയൊന്നും അല്ലാതെ ഒരു കോൺവെർസേഷനെ കൂടെ ഭയങ്കര നമുക്ക് ചിരി വരുന്ന രീതിക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഇത് 1943 എഴുതിയൊരു വർക്കാണ്. അന്ന് ഇതിനെ കുറിച്ചിട്ടൊക്കെ ആരും ഇങ്ങനെ, ഇപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ പല ചാനലിലും നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ഡിസ്കഷൻസ് കേൾക്കാറുണ്ട്. ആൾക്കാർ തമ്മിൽ ഇതുപോലെ പല ഡിസ്കഷൻസും ഉണ്ട്. പക്ഷെ ആ കാലത്തൊന്നും ഇതാരും അങ്ങനെ കെയർ ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് ആവാൻ വഴിയില്ല. അപ്പോഴും പക്ഷെ ഒരാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച്, ഇപ്പം ഇതിനകത്തെ പ്രോട്ടഗോണിസ്റ്റ് 2 പേരും 2 മതത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ കോൺവെർസേഷനിൽ കൂടി രസകരമായിട്ട് അതൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാരൊരു ബുക്ക് എഴുതുവാണെങ്കിൽ അതൊക്കെ ടച്ച് ചെയ്യാൻ പേടിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പഴയ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ ഞാൻ താര എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിർമാല്യം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അങ്ങനത്തെ സബ്ജക്ട്സ് ഒരിക്കലും ടച്ച് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറെ കൂടെ പേടിയാണ് കാര്യങ്ങളൊക്കെ തുറന്നെഴുതാൻ. പക്ഷെ പണ്ട് കാലത്തുള്ളവർ അങ്ങനത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് പോലും ഇങ്ങനെയുള്ള ചിന്തകളുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരിങ്ങനെയൊക്കെ ധൈര്യമായിട്ട് എഴുതാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ധൈര്യപ്പെട്ടിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബുക്ക് വായിച്ചപ്പോൾ. അതെ, അത് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ റിലീജിയസ് ആയിട്ടാണെങ്കിലും ഒക്കെ ഓരോ കോൺസെപ്റ്റുകളാണെങ്കിലും എല്ലാം പറഞ്ഞാൽ ആണ് ചിന്തിക്കുന്ന കോൺസെപ്റ്റ്, പെണ്ണ് ചിന്തിക്കുന്ന കോൺസെപ്റ്റ്, ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഫെമിനിസം ഉണ്ട്, എല്ലാം ഉണ്ട്, എവറിത്തിങ്. അതാ പറഞ്ഞു, ഇത്രയും ഒരു വലിയ ടോപ്പിക്കാണല്ലോ ഒരു മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ, അതിനെ വളരെ ലളിതമായിട്ട് എന്നാൽ
ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടാ പൊള്ളുന്ന കേസുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട് ചെറുതായിട്ട്, ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ പ്രാക്ടിക്കലി അവരുടെ മക്കളെ ഏത് റിലീജിയനിൽ വളർത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കഷൻ. അപ്പോൾ പ്രാക്ടിക്കാലിറ്റി ഓഫ് ഒരു 2 മനുഷ്യർ എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ കേശവൻ നായരായിട്ടും സാറാമ്മയായിട്ടും ഉൾക്കൊള്ളുന്നു. അഗെയിൻ എക്കാലം അങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും? വേറെ ഒരു ചെറിയ ബുക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പോയിലർ ആയി പോകുന്നു തോന്നുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും ഈ ബുക്ക്. പല ബുക്കുകളും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ ബുക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കഥയാണെങ്കിൽ പോലും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 40-45 പേജിനുള്ളിൽ ഒത്തിരി കാര്യങ്ങളെ കൊണ്ടുവന്നു നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു 500 പേജ് നോവൽ വായിച്ചാൽ പോലും നമുക്ക് ഇത്രയൊരു ഒരു കോണ്ടന്റ് അതിനകത്ത് നിന്ന് കിട്ടില്ല. ചെറിയൊരു കാര്യം പറയാം, സ്പോയിലർ അല്ലാണ്ട് തന്നെ. ഇതില് പെണ്ണല്ലേ അത് ഓർത്ത് വെച്ചിരിക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഇതിന്റെ ഉടനീളം അത് പല സ്ഥലത്തും ഓർപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ പെണ്ണാണെങ്കിൽ അങ്ങനെയല്ല മറക്കില്ല, അത് ഓർക്കും എന്നുള്ളത് പറയാതെ ആ പ്ലോട്ടിലൂടെ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരാണൊരു പെണ്ണെന്നുള്ള രീതിയിൽ. അപ്പോൾ വളരെ പ്രായവ്യത്യാസം ഇല്ലാതെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ ഓഡിയോ ബുക്കും കേട്ടോണ്ട് പേജും മറിച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം യൂട്യൂബിൽ കേട്ടൊരു ഓഡിയോ ബുക്ക്, അതിന്റെ ലിങ്ക് ഞങ്ങൾ ഇട്ടു. അത് വളരെ ഭംഗിയായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കുറച്ച് വ്യൂസേ ഉള്ളൂ അതിന്, പക്ഷെ ഭയങ്കര നന്നായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടോണ്ട് ഇത് വായിച്ചു പോയി അതൊരു പ്രത്യേക രസമായിരിക്കും. അഗെയിൻ ഇത് ഞങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ അമ്മാമ്മയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും അത് എൻജോയ് ചെയ്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഗെയിൻ അന്ന് കാലത്ത് പ്രാക്ടിക്കാലിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലവ് എക്സ്പ്ലെയിൻഡ് ഹിയർ വെരി ബ്യൂട്ടിഫുള്ളി. ആൻഡ് അങ്ങനെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സ്നേഹത്തിനെയും ജീവിതത്തിനെയും വർണ്ണിച്ച് വേറൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. അത്രയും റെക്കമെൻഡ് ചെയ്യുന്നു പ്രേമലേഖനം. ഞാൻ ഒരുപാട് റൊമാൻസ് വായിക്കാത്ത ആളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ ട്രാജഡിയും കൂടുതൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷനും അങ്ങനെയൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റൊമാൻറ്റിക് ബുക്ക് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ഹാർട്ട് മന്തിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ്. ഗിഫ്റ്റ് ചെയ്യാൻ എനിക്കൊന്ന് ഇത് പലരും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ പ്രേമലേഖനം എന്നുള്ളതിനും പല അർത്ഥങ്ങൾ ഉണ്ടെന്നുള്ളതും മനസ്സിലായി. ജസ്റ്റ് നമ്മൾ പറയില്ല ലവ് ലെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ കളയുന്ന സാധനം, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സാധനം അതിനേക്കാൾ ഒക്കെ അപ്പുറം ഉണ്ട് ഒരു പ്രേമലേഖനം എന്ത് എന്നുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എഴുതാൻ തോന്നും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ശരി, പോയിട്രി പോലെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരുപാട് റെപ്പിറ്റേഷൻ, നമ്മൾ ഒരു പോയം വായിക്കുമ്പോൾ പല പല റിപ്പീറ്റഡ് സ്റ്റാൻസാസ് ഇല്ലേ, അതുപോലെയാണ് ഇതിനകത്ത് ഈ പോയറ്റിക് ആയിട്ടുള്ള പല വരികളും പിന്നെയും 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 പിന്നെയും. ഭയങ്കര രസമുണ്ട് പക്ഷെ വായിക്കാൻ. ഒട്ടും ബോറടിക്കില്ല, ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. തുടങ്ങുന്നിടത്ത് തന്നെ ഒരു ക്ലൈമാക്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തൊരു കാര്യം, അങ്ങനെ ഒരുപാട് ഈ ഇത്രയും ചെറിയ പേജസിൽ ഇത്ര ഭംഗിയായിട്ട് ഒരാൾക്ക് എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ. ആൻഡ് ദ സ്റ്റോറി ഈസ് ഗോണ ലാസ്റ്റ് ലൈക്ക് ഫോർ എവർ. ആൻഡ് അഗൈൻ ഇത് ഒരിക്കലും കാലം ചെയ്യുന്നു തോന്നുന്നില്ല. യെസ്. അപ്പോൾ അഡാപ്റ്റേഷൻസിന് കോഡ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ പറയുന്ന പോലെ ഒരു കുഞ്ഞു ബുക്കാണ്, അതിന്റെ കോഡ്സ് ഒന്നും പറയാനായിട്ടില്ല. ഒരു അഡാപ്റ്റേഷൻ പറയാനുള്ളത് ഒരുപാട് പ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. 1985 ഒരു ഫിലിം വന്നിട്ടുണ്ട്, PA ബക്കർ ഡയറക്റ്റ് ചെയ്ത ഒരു ഫിലിം, പ്രേമലേഖനം എന്നുള്ള പേരിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളും കണ്ടു നോക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് കൂടെ യൂട്യൂബിലുണ്ടോ? ഞങ്ങളിത് DC ബുക്ക് സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിച്ചത്. അതും വാങ്ങിച്ച രസമായിരുന്നു. ഞങ്ങൾ ഈ യാത്രയ്ക്ക് മുമ്പ് തലേ ദിവസം DC ബുക്ക് സ്റ്റോഴ്സ് രാത്രി 10 മണി വരെ തുറന്നിരിക്കുന്ന ട്രിവാൻഡ്രത്ത് ഏക കട എന്ന് പറയുന്നത് മോൾ ഓഫ് ട്രയാങ്കൂറിലാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് യാത്രകളെല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ മണി 9 കഴിഞ്ഞ്. ആ സമയത്ത് നേരെ പോയി മോൾ ഓഫ് ട്രയാങ്കൂറിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പോയി വാങ്ങിച്ചതാണ്. 90 രൂപയേ ഉള്ളൂ. ആൻഡ് അഗെയിൻ മസ്റ്റ് റീഡ്. കവറും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. കവറ് ധന്യ ശ്രീജിത്ത് ആണ് കവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. സോ നമ്മളിപ്പോഴും എവിടെ ഇരിക്കുന്നതെന്ന് പറയണ്ടേ? ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം കുറച്ച് പേരെങ്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. നെല്ല് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. കുറച്ച് ഒരു ഫാം സ്റ്റേ ആണ്. ടുവേർഡ്സ് വർക്കലയാണ്.
അപ്പോൾ അഗെയിൻ ചെറിയൻകീഴ് അല്ലേ, ചെറിയൻകീഴ് എങ്ങാണ്ടാണ് പ്രോപ്പർ. നെല്ല് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാം. പ്രോപ്പർട്ടി തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല, പക്ഷേ ഒരു ഫാം സ്റ്റേ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ദ വെരി റീസൺ ദാറ്റ് വി കെയിം ഹിയർ, ഇവിടെ ആടുണ്ട്, കോഴിയുണ്ട്, സ്വാനുണ്ട്, പശുവുണ്ട്, ഇതെല്ലാം ഉള്ളപ്പോൾ വാവയെ കാണിക്കാനായിട്ട് ഇതെല്ലാം ഒറ്റയടിക്ക് നടക്കും എന്നുള്ളത് കൊണ്ട് ആണ് വന്നത്. ആൻഡ് അവളും വന്ന ഉടനെ ഞാൻ എൻജോയ് ചെയ്തു. അവളുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാവുന്ന നെല്ലും പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അവിടെയുള്ള ചോറൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കഴിക്കാൻ വേണ്ടി മാത്രം വരാൻ വരെ പറയാൻ തോന്നുന്നു. എല്ലാ ആൾക്കാർ ഡിമാൻഡ് ചെയ്തിട്ട് ഇവരൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണം. അത്രയും ആഹാരം റെക്കമെൻഡഡ് ആണ് ഇവിടുത്തെ. ആൻഡ് അഗെയിൻ അവർ സ്റ്റേ വാസ് പ്ലസൻറ്റ്, ബ്യൂട്ടിഫുൾ ആൻഡ് ഹോപ്പ് യു ഓൾസോ എൻജോയ് നല്ല. അപ്പോൾ ശരി, അണ്ടിൽ ദെൻ ബൈ. ഷോർട്ട് വീഡിയോസിൽ ചെറിയ നെല്ലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് ഷോർട്സ് ഞങ്ങൾ എടുത്തിടുന്നുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു, ബൈ.